നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഈ കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ കോൺഗ്രസിൻ്റെതായി മത്സരിക്കാൻ സാധ്യതയുള്ള 48 സ്ഥാനാർത്ഥികളുടെ പേര് വിവരം പുറത്തുവിടുമ്പോൾ കെ മുരളീധരനും അല്ലെങ്കിൽ അവർ മേയറായി ഉയർത്തിക്കാണിക്കുന്ന ശബരിനാഥനും മുന്നിൽ ഉള്ളത് ഏറ്റവും വലിയ ഒരു ടാസ്ക് തന്നെയാണ്. കാരണം കോൺഗ്രസ്സിന് ഇപ്പോൾ ഉള്ള സീറ്റ് എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. 10-ൽ നിന്ന് 51-ലേക്ക് എത്തിക്കുക എന്നുള്ളത് ബാലികേറ മല തന്നെയാണ്. അത് ഏറ്റവും വലിയ ടാസ്ക്കാണ്. അത് എങ്ങനെ കെ മുരളീധരനെ എത്തിക്കാൻ കഴിയും എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ശബരിനാഥനെ കൊണ്ട് ഈ പറയുന്ന രീതിയിൽ ആ ടാസ്ക് ഏൽപ്പിക്കുമ്പോൾ ഒരു വെറും 10 അംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസിന് അങ്ങനെ നേടാൻ കഴിയും എന്ന് ചോദിക്കുന്നു. അത് പറയുകയാണ് എന്നുണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സമുന്നതരായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ അറിയപ്പെടുന്ന നിരവധി തവണ കൗൺസിലർമാരായിരുന്ന തമ്പാനൂർ സതീഷ്, മഹേശ്വരൻ നായർ ഒക്കെ ഉൾപ്പെട്ട കോൺഗ്രസിൽ നിന്നുള്ള അവരുടെ തിരുവനന്തപുരം ജില്ലയിലെ തലപ്പൊക്കമുള്ള നിരവധി നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയി. തമ്പാനൂർ സതീഷ് ശരിക്കും തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന കോൺഗ്രസ് മുഖമായിരുന്നു. മഹേശ്വരൻ നായരും അറിയപ്പെടുന്ന കോൺഗ്രസ് മുഖമായിരുന്നു. നഗരസഭയിൽ ഒരു വേള പ്രതിപക്ഷ നേതാവുമായിരുന്നു. കോൺഗ്രസിനകത്തുള്ള DCCക്കകത്തുള്ള തിരുവനന്തപുരം DCCക്കകത്തുള്ള പടല പിണക്കത്തിൻ്റെ ഫലമായിട്ടാണ് ഈ 2 നേതാക്കളും പോയത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് പറയേണ്ടി വരും. BJPക്ക് 34 സീറ്റ് ആണുള്ളത്. 34 സീറ്റിൽ നിന്ന് അവർക്ക് 50-ഓ 52-ഓ സീറ്റ് ആക്കുന്നതിലേക്ക് പോകാൻ ഒരു കുഴപ്പവും ഉണ്ടാകില്ല. കാരണം BJPക്ക് ലഭ്യമായിട്ടുള്ള സീറ്റ് എണ്ണം തന്നെ കോൺഗ്രസിൽ നിന്ന് കൈവിട്ടു പോയതാണ്. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയുടെ ഒരു പൊതു സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഈ കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ BJPക്ക് മേയർ ആകാൻ BJPക്ക് മേയർ സ്ഥാനം കിട്ടുമെന്നും ഏതാണ്ട് 50-ലധികം സീറ്റ് കിട്ടും എന്ന് കരുതിക്കൊണ്ടാണ് VV രാജേഷിനെ അവർ മേയർ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് വന്നതും മത്സരിപ്പിച്ചതും. എന്നാൽ അവരുടെ കൈവശമുണ്ടായിരുന്ന 17-18 സീറ്റ് വരെ അത് പോയത് CPMലേക്കാണ്. ഈ കഴിഞ്ഞ ഏതാണ്ട് 10 വർഷത്തിനിപ്പുറം കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ എല്ലാ വാർഡുകളിലും വെറും അപ്രസക്തരാകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ പറയുമ്പോൾ ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന രീതിയിൽ ശബരിനാഥൻ ശാസ്തമംഗലത്താണ് താമസിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കുന്നത് കവടിയാറാണ്. അപ്പോൾ 35 സീറ്റിൽ നിന്ന് ഈ പറയുന്ന രീതിയിൽ 52-ലേക്ക് BJPക്ക് എത്തിക്കാൻ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. എങ്കിലും BJPയുടെ ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയത്തിൽ അവരുടെ തന്നെ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രമുഖനായ നേതാവായ തിരുമലയിലെ കൗൺസിലർ ആത്മഹത്യ ചെയ്തു. അതിനെ സംബന്ധിച്ച് പുറത്തു വന്ന വാർത്തകൾ ഇപ്പോൾ MS കുമാർ എന്ന അവരുടെ ജില്ലയിലെ മറ്റൊരു പ്രമുഖ നേതാവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ എങ്ങനെ ബാധിക്കും എന്നതിൽ ഇരിക്കുന്നു. അവിടെ നമ്മൾ തിരികെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് വരുമ്പോൾ കോൺഗ്രസ് എങ്ങനെയാണ് BJPയിൽ നിന്ന് അല്ലെങ്കിൽ CPMൽ നിന്ന് അവരുടെ കൗൺസിലർമാരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ കൊണ്ടുവന്ന് എങ്ങനെ വിജയിപ്പിച്ചെടുക്കും എന്ന് നോക്കിയാൽ അവർ നിർത്തിയിരിക്കുന്നതൊക്കെ തന്നെ യുവമുഖങ്ങളാണ്. ഈ യുവമുഖങ്ങളെ കോൺഗ്രസ് നിർത്തുമ്പോൾ BJPയിൽ നിന്ന് തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ സീറ്റ് BJPയിലേക്ക് പോയ തങ്ങൾക്ക് പോയ വോട്ട് ഈ യുവമുഖങ്ങളിലൂടെ കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. അങ്ങനെ ആ ഒരു ശ്രമമാണ് ഇത്തവണ കോൺഗ്രസ് ഇറക്കുന്നത്. ശരിക്കും അത്തരത്തിലൊരു നീക്കം, അതായത് 10-ൽ നിന്ന് 51-ലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന വമ്പൻ ടാസ്ക് മുരളീധരൻ അടങ്ങുന്ന സംഘം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോൾ, അതായത് ശബരിനാഥൻ ഒരു വേള MLA ആയിരുന്ന ആളാണ്. MLA ആയിരുന്ന ശബരിനാഥനെ കൗൺസിൽ സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് കൗൺസിലറായി അദ്ദേഹത്തിന് ഇറക്കി അവിടെ കോൺഗ്രസിന് മണ്ഡലം തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ല കോർപ്പറേഷൻ നമ്മൾ തിരിക്കുമ്പോൾ വട്ടിയൂർക്കാവ്, നേമം, കോവളം ഇങ്ങനെ നിരവധി മണ്ഡലങ്ങൾ തിരുവനന്തപുരം തന്നെ ഒരു മണ്ഡലമായിട്ടുള്ളതുണ്ട്. അപ്പോൾ അവിടെ ഒക്കെ തന്നെ കോവളം ഒഴികെ ബാക്കി എല്ലായിടവും ഈ പറയുന്ന രീതിയിൽ LDFനാണ് മേൽക്കൈ ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിതിൻ്റെ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് മാത്രമാണ് കോൺഗ്രസിന് മുന്നിലുള്ളത്, ഒരു വമ്പൻ ടാസ്ക്കാണ്. ഈ വമ്പൻ ടാസ്ക് അവർ എങ്ങനെ മറികടക്കും എന്നുള്ളത്
നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. പിന്നെ മറ്റൊരു കാര്യം, ആര്യ രാജേന്ദ്രൻ എന്ന മേയർ, അതായത് ഇത്തവണ ഈ നിമിഷം വരെ CPM സംബന്ധിച്ച് അവർ ഒരു പ്രമുഖ വ്യക്തിയെ മേയറായി കാണിക്കുന്നില്ല. കഴിഞ്ഞ തവണ CPM ഒലീന എന്ന നേതാവ്, പുഷ്പലത എന്ന മറ്റൊരു വനിതാ നേതാവ്, ഇവരുടെയൊക്കെ പേരുകൾ ഉയർത്തിക്കാട്ടിയിരുന്നു. പക്ഷേ ഒലീന തോറ്റുപോയി. അത് തോറ്റത് കുന്നുകുഴി വാർഡിലാണ്, AKG സെൻറ്റർ ഇരിക്കുന്ന വാർഡാണ്, അവിടെയാണ് ഒലീന തോറ്റത്. പുഷ്പലത നെടുങ്കാടാണ് മത്സരിച്ചത്, പുഷ്പലതയ്ക്കും ജയിക്കാനായില്ല. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടായിരുന്ന ചില വടംവലികൾ പോയിട്ടാണ് ഒരു സമവാക്യം എന്ന രീതിയിൽ ഈ പറയുന്ന ആര്യ രാജേന്ദ്രൻ വന്നത്. ആര്യ രാജേന്ദ്രനായി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പേരുദോഷം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-നുണ്ട്. CPM-ലെ തലമുതിർന്ന നേതാക്കളൊക്കെ തന്നെ അതിൽ ഇതെങ്ങനെ മറികടക്കും എന്നുള്ളതാണ്. ആര്യ രാജേന്ദ്രനെ സ്ഥാനാർത്ഥി പോലും ആക്കുന്നില്ല. അവർ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റിൽ സംവരണ സീറ്റ് അല്ല എന്ന് പറയുന്നു. എങ്കിൽ പോലും ഒരു മറ്റ് സ്ഥലങ്ങളിൽ, മറ്റ് കൗൺസിലുകളിൽ, അതായത് മറ്റ് വാർഡുകളിലൊന്നും തന്നെ ആര്യ രാജേന്ദ്രൻ്റെ പേര് കേൾക്കുന്നില്ല എന്നത് പ്രത്യേകം ശ്രദ്ധേയമാണ്. കഴിഞ്ഞ തവണ മേയറായിരുന്ന ശ്രീകുമാർ പോലും കരിക്കകം വാർഡിൽ തോറ്റതാണ്. 120-ലധികം തുച്ഛം വോട്ടിന് ശ്രീകുമാർ തോറ്റിരുന്നു. അങ്ങനെ CPM-ന് അങ്ങനങ്ങ് ഈസിയായി ഇത്തവണ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കാം എന്ന് അവർ പോലും ധരിക്കുന്നില്ല. കാരണം ഇപ്പോൾ കേൾക്കുന്ന പേരുകൾ ഒക്കെ തന്നെ, മേയർ സ്ഥാനാർത്ഥികളായി കേൾക്കുന്ന പേരുകളൊക്കെ തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് അറിയപ്പെടുന്ന നേതാക്കളാണ്. അതും പേരുകൾ പുറത്തു വന്നിട്ടില്ല. അപ്പോൾ CPM-നെ സംബന്ധിച്ച് അവർക്ക് BJP ഈ പറയുന്ന രീതിയിൽ BJP തങ്ങളിൽ നിന്ന് കൊണ്ടുപോയ സീറ്റുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സീറ്റുകൾ നിലനിർത്തുക എന്നുള്ളത് ഒരു വലിയ കടമ്പയായിരിക്കും. മറിച്ച് കോൺഗ്രസിലാണെങ്കിൽ കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ BJP-യിലേക്ക് പോവുകയും വളരെയധികം വോട്ട് മാറി BJP-യിലേക്ക് പോവുകയും ചെയ്ത ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. അപ്പോൾ ശബരിനാഥിലൂടെ K മുരളീധരൻ ഒരു വൻ നീക്കം നടത്താനാണ് ശ്രമിക്കുന്നത്. K മുരളീധരൻ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ മത്സരിക്കാൻ തയ്യാറെടുപ്പ് നടത്തുകയാണ്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇത്തരത്തിൽ തിരുവനന്തപുരം ജില്ലയുടെ ചുമതല. എന്താണ് ഇവിടുത്തെ പൾസ്, എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ കൂടിയാണ് മുരളീധരനെ കോൺഗ്രസ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു റിവ്യൂ എന്തായാലും ഉണ്ടാകും. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എന്ത് ഫലമാണ് ഉണ്ടായത്, ആ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ AICC നേരിട്ട് നടക്കുന്ന നിരീക്ഷണത്തിൽ പലരുടെയും സ്ഥാനങ്ങൾ തന്നെ KPCC ഭാരവാഹിത്വത്തിൽ നിന്ന് തെറിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഈ 10-ൽ നിന്ന് 51-ലേക്ക് ആമയും മുയലും ഓടിയതുപോലെ മുയൽ ഓട്ടത്തിനിടയ്ക്ക് ഉറങ്ങിപ്പോയാൽ ചിലപ്പോൾ ആമ വിജയിച്ചു കയറാൻ സാധ്യതയുണ്ട്. ശബരിനാഥ് എന്ന നേതാവ് വരും ഭാവിയിൽ ചിലപ്പോൾ ശശി തരൂരിൻ്റെ കാലാവധി കഴിയുമ്പോൾ അദ്ദേഹത്തിനെ കോർപ്പറേഷനിൽ നിന്ന് മാറ്റി അദ്ദേഹത്തിന് ചിലപ്പോൾ ലോകസഭയിലേക്ക് മത്സരിപ്പിക്കാൻ വരെയുള്ള സാധ്യതകൾ ഈ മത്സര രംഗത്ത് ശബരിയെ ഇറക്കുന്നതിലൂടെ കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട്.